കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. ചില ഇടവേളയ്ക്ക് ശേഷം ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് വീണ്ടും ഒരു അവസരം കൂടെ തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനവും അറിയിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ദൈവജനമായിരിക്കുന്ന നമുക്ക് ഒരു യഥാസ്ഥാനത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ യഥാസ്ഥാനത്വത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. യഥാസ്ഥാനത്വം ദൈവം നമുക്ക് നൽകുവാൻ ആവശ്യമുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ധ്യാനിക്കുവാനും അല്പമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചു. വളരെ വിശാലമേറിയ ഒരു വിഷയമാണ് ഈ വിഷയം എന്നുള്ളത് നമുക്കറിയാം. ഇത് മുഴുവൻ വേദപുസ്തക ചരിത്രത്തെയും ബാധിക്കുന്ന എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുവാൻ ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പഠിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. എന്തുകൊണ്ടാണ് ഒരു യഥാസ്ഥാനത്വം ആവശ്യമായി ഇസ്രായേൽ ജനത്തിന് വന്നത് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തെ ഒക്കെ ആധാരമാക്കി നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടെ നമ്മൾ കണ്ടു, ഒരു കാലത്ത് ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും അറിഞ്ഞിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. എന്നാൽ നാളുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യഹോവയെയും അവന്റെ പ്രവൃത്തികളെയും അറിയാത്ത വേറെ ഒരു തലമുറ ഉണ്ടാകുവാൻ കാരണമായിട്ട് തീർന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നത് നമ്മൾ ധ്യാനിച്ചു. ദൈവവചനത്തിൽ നിന്ന് നാം അത് കണ്ടു. ദൈവം തന്റെ വചനം അതാത് തലമുറകളിലുള്ളവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ ആ തലമുറകൾക്കുള്ളതായിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും ഈ സത്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവരിലേക്ക് അത് കൈമാറുക എന്നുള്ളതാണ്. തലമുറകളിലേക്ക് കൈമാറാതെ ഇരുന്നതിന്റെ പരാജയമായിട്ടാണ് ദൈവമില്ലാത്ത ഒരു തലമുറ ആ നാളുകളിൽ രൂപപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അവർ ദൈവത്തെ അറിയാതെ പോയി എന്ന് മാത്രമല്ല, ന്യായാധിപന്മാരുടെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നിന്ന് നാം കണ്ടു, തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനം മാറ്റപ്പെടുവാൻ തക്കവണ്ണം അത് കാരണമായിട്ട് തീർന്നു. ഇതൊക്കെയും നാം പുതിയ നിയമത്തിൽ വായിക്കുന്ന സമയത്ത് ഒരു ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. ഈ തലമുറയിൽ ജീവിക്കുന്നവരായ നാമും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ആലോചനകളും ദൈവത്തിന്റെ വചനവും അത് വേണ്ട നിലയിൽ തലമുറകളിലേക്ക് കൈമാറുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് വരികിൽ ഏറെ നാൾ കഴിയും മുമ്പേ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു തലമുറയെ നമുക്കും കാണുവാൻ കഴിഞ്ഞു എന്ന് വരാം. അതൊക്കെ ഈ നാളുകളിൽ ധാരാളമായിട്ട് നാം കണ്ടുവരുന്നു. അനേക വേർപെട്ട വിഭാഗങ്ങളിൽ വളരെ വേദനയോടുകൂടെ ദൈവമക്കൾ ഓർക്കുന്ന ഒരു കാര്യമായിട്ടും അത് ഇരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ വിശ്വാസത്യാഗം സംഭവിച്ച, വിശ്വാസം വിട്ട് ഉടലുന്ന, ദൈവത്തെ വേണ്ടെന്ന് പറയുന്ന ഒരു തലമുറ ആ നാളുകളിൽ ഉണ്ടായതുപോലെ തന്നെ ഈ നാളുകളിൽ അത് വളരെയേറെ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ അതിനോട് ചേർത്ത് വെക്കുമ്പോൾ കർത്താവിന്റെ വീണ്ടും വരവിന് മുൻപായിട്ട് വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ കാണുന്നതിന്റെ പുറകെ പോകുന്ന ഒരു സമൂഹം, വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാനായിട്ട് ആർക്കും താല്പര്യമില്ലാത്ത ഒരു കാലം. ഇന്ന് രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ദൈവത്തെ എല്ലാവർക്കും വേണം. എന്നാൽ തങ്ങളുടെ പാപങ്ങളെ മോചിക്കുന്ന,
തങ്ങളുടെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്ന കർത്താവിനെ ആർക്കും വേണ്ട എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജനത്തിന് ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുവാൻ ഇടയായത്. നമ്മുടെയും ജീവിതത്തിൽ ഇതൊന്നും കേട്ട് മറക്കുന്നവരായിട്ടല്ല, ആഴമേറിയ ഒരു താല്പര്യവും സമർപ്പണവും ഈ കാര്യത്തിൽ നമുക്കും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. നാം ആരും ഈ കാര്യത്തിൽ തികഞ്ഞവരല്ല എന്ന കാര്യവും നമ്മൾ ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ആ പഴയ നിയമ ഭക്തന്മാരുടെ കാലങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്ന് കണ്ട ഭക്തന്മാർ, അവരുടെയൊക്കെ ധാരാളം പ്രാർത്ഥനകൾ, കരച്ചിലുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട് നാം അതൊക്കെ പിന്നാലെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. അവര് ദൈവസന്നിധിയിൽ ജനത്തിന് വേണ്ടി കരയും. ആ കരച്ചിലിനെ സ്വർഗത്തിലെ ദൈവം കാണും. വീണ്ടും തന്റെ ജനത്തോട് ദയവ് തോന്നി അവരെ ദൈവം യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുവരും. അതും നമുക്ക് മുൻപ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുന്ന പഴയ ഒരു ഉപമയായിട്ടല്ല, മുൻപ് നടന്ന ഒരു സംഭവമായിട്ട്, ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ളതായ ആ വിഷയങ്ങളെ ദൈവത്തോട് പറയുവാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സും സമർപ്പണവും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നാം ഈ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും വിലാപങ്ങളുടെ പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് എന്താണ്? യഹോവേ, മടക്കി വരുത്തണമേ, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, പണ്ടേയുള്ള നല്ല കാലങ്ങളെ ഞങ്ങൾക്ക് തിരികെ തരയണമേ എന്നുള്ളതായിരിക്കുന്ന ആവശ്യഭാരത്തോടു കൂടിയ പ്രാർത്ഥനാ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ഇന്ന് ആ പ്രാർത്ഥനയ്ക്ക് നിദാനമായത് എന്താണ് എന്ന് പറഞ്ഞാൽ, ദൈവജനത്തിന്റെ പരാജയങ്ങളിൽ ചിലരെങ്കിലും മാറിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി ഉണ്ടായതിന്റെ ഒരു കാരണം ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ കാരണം, ഈ ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഞാനത് ഇന്നോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഈ ജനത്തെ കൈവിട്ട് കളഞ്ഞു. ഏത് ജനത്തെ? തന്റെ ഇസ്രായേൽ ജനത്തെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തതായിരിക്കുന്ന ജനത്തെ ദൈവം എന്ത് ചെയ്തു? കൈവിട്ട് കളഞ്ഞു. അവരെ ശത്രു രാജാക്കന്മാരുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു. അത് അത്ര സുഖകരമായ ഒന്നായിരുന്നില്ല ആരെ സംബന്ധിച്ച്? ആ ജനത്തെ സംബന്ധിച്ച് ഉണ്ടായത്. അപ്പോൾ ആ ജനത്തിന്റെ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള വേദനയുടെ ആഴം മനസ്സിലാക്കിയ ആത്മഭാരമുള്ള ദൈവത്തിന്റെ ഭക്തന്മാരാണ് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായത്. കർത്താവേ, വല്ല വിധേനയും അവരെ മടക്കി വരുത്തണമേ, യഥാസ്ഥാനത്വം നൽകണമേ. നാമും ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കാരണമാണ് ഇന്ന് രാത്രി ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവം തന്റെ ജനത്തെ ശിക്ഷിക്കുന്നവനാണ്. തന്റെ ജനം തന്റെ പ്രമാണങ്ങളെ ലംഘിച്ചാൽ അത് കണ്ണും കെട്ടി നോക്കിയിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അതിന് തക്കവണ്ണം അവൻ എന്ത് ചെയ്യും? തന്റെ ജനത്തെ ശിക്ഷിക്കുന്നവനാണ്. ആ ശിക്ഷ എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നായിട്ട് നമ്മൾ കാണരുത്. ആ ശിക്ഷ വേദനാജനകമാണ്. ദൈവത്തിന്റെ അടി എന്ന് പറയുന്നത് അത് വേദനാജനകമാണ്. എപ്പോൾ ലഭിക്കുന്നതായ ശിക്ഷ? നാം ദൈവത്തിന്റെ പ്രമാണങ്ങളോട് മറുതലിച്ച് യഥാസ്ഥാനത്വം ആവശ്യമായ നിലയിൽ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മോട് സ്നേഹമുള്ള നിയമം പരിപാലിക്കുന്ന ദൈവം നമ്മെ എന്ത് ചെയ്യും? നമ്മെ അവൻ ശിക്ഷിക്കും. അതിന് പുതിയ നിയമത്തിൽ പേര് നൽകിയിട്ടുള്ളത് നമുക്കറിയാം, ബാലശിക്ഷ എന്നാണ് അതിന്റെ പേര്. നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ
4 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. ആ കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് മുഖാന്തരം അവിടെ സൂചിപ്പിക്കുന്നത്. അതിന്റെ 11-ാമത്തെ വാക്യം ഞാൻ ആദ്യമായിട്ട് വായിക്കാം. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. അപ്പോൾ ദൈവം തന്റെ ജനത്തിന് നൽകുന്നതായ ഏത് ശിക്ഷയും അതെന്താണ്? അവിടെ നമ്മൾ വായിച്ചത് എന്താണ്? അത് ദുഃഖകരമാണ്, അത് സന്തോഷകരം അല്ല. ഏത് ശിക്ഷയ്ക്കാണ് അത് ദുഃഖകരമാകുന്നത്? ബാലശിക്ഷകൾക്ക്. എന്തിനാ ബാലശിക്ഷ നൽകുന്നത്? നാം കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതൽ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്ന ഒടുവിൽ വായിച്ചു നിർത്തുന്നത് എന്താണ്? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോൾ നാം പാപം ചെയ്താൽ നമ്മെ നശിപ്പിച്ചു കളയുക എന്നത് ദൈവത്തിന്റെ ഹിതത്തിൽപ്പെട്ട കാര്യമല്ല. എന്നാൽ ആ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? നമുക്ക് ദുഃഖകരമാണ്, നമുക്ക് വേദനാജനകമാണ്, പക്ഷേ അവൻ നമ്മെ അടിക്കുന്നു, അവൻ നമ്മെ ശിക്ഷിക്കുന്നു, അവൻ നമ്മോട് കോപിക്കുന്നു. എന്തിനു വേണ്ടി? നാം ലോകത്തോടുകൂടെ നശിച്ചു പോകാതിരിപ്പാൻ, ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ. ലോകത്തിന് എന്താ ഉള്ളത്? അവർ ചെയ്ത പാപത്തിന് ശിക്ഷ നരകമാണ്. എന്നാൽ അവരോട് കൂടെ നാം നശിക്കരുത് എന്ന ലക്ഷ്യമാണ് ദൈവം തമ്പുരാൻ നമുക്ക് ബാലശിക്ഷ നൽകുന്നത്. അത് നമ്മൾ ഓർക്കണം. ഏത് ശിക്ഷയും അത് ദുഃഖകരം തന്നെയാണ്. പല കാര്യങ്ങൾ എന്റെ മനസ്സിലൂടെ ഈ ധ്യാനത്തിൽ ഓർമ്മ വന്നു. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. ദുഃഖകരമായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കണം, ഇത് ബാലശിക്ഷ ആണോ അല്ലയോ? നമുക്കറിയാം, തിരുവെഴുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. അത് നമുക്കറിയാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ദൈവരാജ്യത്തിൽ കടക്കുന്നവർക്കൊക്കെ ഇങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെയാണ് അവർ പ്രവേശിക്കേണ്ടത്. ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. കഷ്ടം സഹിക്കുവാൻ നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കതിന്റെ വരം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഈ കഷ്ടങ്ങളിൽ കർത്താവിന്റെ വാഗ്ദത്തം എന്താണ്? ഞാനോ നിങ്ങളോട് കൂടെ ഇരിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാരണം എന്താ? ഞാൻ ലോകത്തെ ജയിച്ചവൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അത് ഈ കർത്താവിന് വേണ്ടി നാം ജീവിക്കുന്നതിന്റെ പേരിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, അത് ഒരുപക്ഷെ നമുക്ക് തൽക്കാലം വേദനാജനകമാണ് എന്ന് തോന്നിയാലും പിന്നത്തേതിലത് വളരെ ആശ്വാസത്തിലേക്ക് നയിക്കും. കാരണം അത് കർത്താവ് പറഞ്ഞിട്ടാണ്. കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. പഴയ നിയമത്തിലേക്ക് ഒന്ന് പോയാൽ, മരുഭൂമി യാത്ര എളുപ്പമുള്ള യാത്രയൊന്നും ആയിരുന്നില്ല ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച്. അവർക്ക് അതിൻ്റെതായിരിക്കുന്ന ആ ചൂടും മണലും ദാഹവും വിശപ്പും എല്ലാം അവർക്കുണ്ടായിരുന്നു. എന്നാൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും സ്വർഗത്തിലെ ദൈവം അവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു. അതുകൊണ്ട് നാം വായിക്കുന്നത് എന്താ? അവർ ക്ഷീണിച്ചില്ല, അവർ തളർന്നില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം വിങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അത് മുഷിഞ്ഞു പോയില്ല. എന്നാൽ അവർ എപ്പോൾ പാപം ചെയ്തുവോ അല്ലെ, അവർ പിറുപിറുത്തു, അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. അപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ ശിക്ഷയുണ്ടായി, സംഹാരമുണ്ടായി, നാശമുണ്ടായി. അനേകർ ആ മരുഭൂമിയിൽ പട്ടുപോയി. പട്ടുപോയതിന്റെ കാരണം ദൈവം തന്റെ വാഗ്ദത്തം മറന്നതുകൊണ്ടല്ല. മരുഭൂമി യാത്രയിൽ ഈ ജനം എന്ത് ചെയ്തിട്ടാണ്? അവർ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തിട്ടാണ്. അപ്പോൾ നാം ഓർക്കേണ്ട കാര്യം, നാം നമ്മുടെ കർത്താവിന് വേണ്ടി നീതിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ സമർപ്പണത്തോടുകൂടെ ജീവിച്ചിട്ട് വരുന്ന കഷ്ടങ്ങളിൽ
നമുക്ക് ആശ്വാസം നൽകുവാൻ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ നാം ഓർക്കണം, അവന് വിരോധമായി ദൈവകൽപ്പനകളെ മനഃപൂർവമായി ലംഘിച്ച് വാശിയോടുകൂടെ, കോപത്തോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ, അസൂയയോടുകൂടെ, നിഗളത്തോടുകൂടെ, ഞാനെന്ന ഭാവത്തോടുകൂടെ വചനത്തെ മറുതലിച്ചാൽ എന്തുണ്ടാകും? അടി ഉറപ്പാണ്. അപ്പോ അടി കിട്ടുന്ന സമയത്ത്, വേദനിക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കണം, കർത്താവേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് വന്ന വീഴ്ച ഏതാണ്? ആ പാപത്തെ ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കുവാൻ മനസ്സ് വെച്ചാൽ കരുണയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഞാൻ ഓർക്കട്ടെ, ഈ എബ്രായ ലേഖനം 12 എന്താ വായിച്ചത്? ഏത് ശിക്ഷയും തൽക്കാലം അത് ദുഃഖകരമാണ്, അല്ലെ? സന്തോഷത്തിന് ഉതകുന്നതല്ല, സന്തോഷകരമല്ല, അത് ദുഃഖകരമാണ്. അതുകൊണ്ട് നാം ഓർക്കേണ്ട ഒരു കാര്യം, 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ ഈ ശിക്ഷയ്ക്ക് കാരണം എന്താ? പാപത്തോട് പോരാടുന്നതിൽ അവർ പരാജയപ്പെട്ടു. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ മക്കൾ ധാരാളം കൃപ അനുഭവിച്ചവർ, ദൈവസ്നേഹം അനുഭവിച്ചവർ അല്ല. നാം ഈ ദൈവകൃപ അനുഭവിച്ച നമുക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്? പാപത്തോട് പോരാടുന്നതിൽ നമ്മൾ മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യുകയില്ല എന്ന ആ പ്രതിജ്ഞാബദ്ധത നമുക്ക് നഷ്ടമാകുന്നു. അതാണ് ശിക്ഷയ്ക്ക് കാരണം. അതാണ് വേദനാജനകമായ ശിക്ഷയ്ക്ക് കാരണം. അതാണ് ദുഃഖകരമായ ശിക്ഷയ്ക്ക് കാരണം. ഇത് നമ്മൾ ഓർക്കണം. നമ്മൾ വെറുതെ കാര്യങ്ങളെ കണ്ണടച്ച് നമ്മൾ പോകരുത്. നമുക്ക് ദൈവം തന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. വിവേചിക്കുവാനുള്ള ആത്മാവിനെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. കാര്യങ്ങളെ ദൈവത്തോട് തുറന്ന് ചോദിക്കുവാനുള്ള അനുവാദം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ പാപത്തോട് പോരാടുന്നതിൽ ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഏത് പാപമാണ് ഇന്നും എന്റെ ജീവിതത്തിൽ ചെയ്തു പോരുന്നത്? എന്റെ ദൈവത്തിന് വിരോധമായി ഏത് പാപത്തിലാണ് ഞാൻ ഇന്നും തുടർമാനമായിട്ട് മുൻപോട്ട് പോകുന്നത്? യോഹന്നാന്റെ ലേഖന പഠനത്തിൽ നമ്മൾ ഓർത്ത കാര്യമാണല്ലോ, പാപത്തിൽ തുടരുന്നവനിൽ ആരില്ല? ദൈവമില്ല. അവൻ പിശാചിന്റെ സന്തതിയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇതൊക്കെ ഗൗരവത്തോടുകൂടെ കാണുവാൻ വളരെ ആവശ്യമുണ്ട്. നാം ഓർക്കണം, പാപത്തിൽ നാം തുടരുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. നാം പാപത്തോട് പോരാടേണ്ടവരാണ്. ഏത് പാപത്തോടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോരാടണം. അത് കൺമോഹമാകാം, അത് ജഡമോഹമാകാം, അത് ദ്രവ്യാഗ്രഹമാകാം, അത് സ്ഥാനമാന മോഹമാകാം. ഏത് തന്നെയായിരുന്നാലും അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്താ പറയുന്നത്? അതിന്റെ താഴെ നാം വായിക്കുന്നുണ്ട്, മക്കളെ, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. എന്താ കാരണം? പാപത്തോട് പോരാടുന്നതിൽ പരാജയപ്പെടുന്നവർക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട്. അതുകൊണ്ട് ദൈവ പൈതലിനോട് പറയുന്നത്, ദൈവ പൈതലെ, കർത്താവിന്റെ ശിക്ഷയെ നീ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. കർത്താവിന്റെ അടുത്ത് ചെന്ന് പറയണം, സോറി കർത്താവേ, എന്നെ അടിച്ചിട്ടാണെങ്കിലും സാരമില്ല, എന്നെ നിന്റെ ഹിതം ചെയ്യുവാൻ അനുവദിക്കണം. നമുക്കതൊക്കെ പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ബാലശിക്ഷ പോലും എന്താണ്? അത് വളരെ വേദനാജനകം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കോപത്തോടുകൂടിയ ഒരു അടി എന്ന് പറഞ്ഞാൽ അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുകയില്ല. എങ്കിലും ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, മകനെ, കർത്താവിന്റെ ശിക്ഷയെ എന്ത് ചെയ്യരുത്? കർത്താവൻ അടിക്കുന്നോ? അടിച്ചോട്ടെ കർത്താവേ. എന്തിനാ? എന്നെ പാപത്തോട് പോരാടുന്നതിൽ എന്നെ സഹായിപ്പാൻ, അങ്ങയോട് കൂടെയുള്ള ജീവിതത്തിനായി എന്നെ തുടരുമാറാക്കുവാൻ അങ്ങ് എന്നെ അടിച്ചാലും സാരമില്ലെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ താഴെ വീണ്ടും നാം വായിക്കുന്നുണ്ട്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ആരെയാണ് ശിക്ഷിക്കുന്നത്? കർത്താവിന് ശിക്ഷ നിരസിക്കരുത്. കർത്താവ് ആരെയാണ് ശിക്ഷിക്കുന്നത്? താൻ സ്നേഹിക്കുന്നവരെ. അപ്പോൾ നമ്മൾ ഓർക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് അവൻ എന്നെ അടിക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ എന്തുണ്ട്? ഒരു സ്നേഹമുണ്ട്. അതിന്റെ പിന്നിൽ ഒരു സ്നേഹമുണ്ട്. ഞാൻ വിശദീകരിക്കാതെ
മുൻപോട്ട് പോകട്ടെ. എന്നിട്ട് വായിക്കുന്നത്, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്ന് കളഞ്ഞുവോ? താൻ ശിക്ഷിക്കുന്ന മകനെ എന്ത് ചെയ്യുന്നു? താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. വാക്കാലുള്ള ശിക്ഷയൊന്നുമല്ല. എന്താണ്? അവൻ തല്ലുക തന്നെ ചെയ്യും. അവൻ അടിക്കും എന്ന് പറഞ്ഞാൽ അവൻ അടിക്കും. അതുകൊണ്ട് വേണ്ട, എന്ത് വേണ്ട? പാപത്തിൽ തുടരുവാൻ നമുക്കിട വരണ്ട. നാം ചെയ്യുന്നതായിരിക്കുന്ന പാപങ്ങൾക്ക് തക്കവണ്ണം അവൻ നമ്മെ അടിക്കും. എന്നാൽ നാം ഓർക്കേണ്ട, നന്ദി പറയേണ്ട കാര്യം, കർത്താവേ, എന്റെ പാപങ്ങൾക്ക് തക്കവണ്ണം എന്നോട് അവിടുന്ന് ഇതുവരെ പ്രതികാരം ചെയ്തിട്ടില്ലല്ലോ. അവൻ നമ്മെ സഹിക്കുന്നത് പോലെ ആരാ സഹിക്കുന്നത്? അവൻ നമ്മോട് ദയ കാണിക്കുന്നത് പോലെ ആരാ ദയ കാണിക്കുന്നത്? അവൻ നമ്മെ സ്നേഹിക്കുന്നത് പോലെ ആരാ നമ്മെ സ്നേഹിക്കുന്നത്? ഇല്ല. 2-3 ഞായറാഴ്ച മുമ്പ് ഇവിടെ സഭയിൽ ഞായറാഴ്ച നടന്ന യോഗത്തിൽ ദൈവകൃപ ദൈവം എന്തിനാണ് നൽകുന്നത് എന്നതിന്റെ ഒരു സന്ദേശം ഇവിടെ രൂഫോസ് പറയുകയുണ്ടായി. ഞാനത് അവിടെ ഇരുന്ന് കേട്ടു. എനിക്കത് വളരെ സന്തോഷമായി. ദൈവം കൃപ നൽകുന്നത് നാം പാപം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആ വാക്യത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ അവിടെയും ചില മീറ്റിങ്ങുകളിൽ ആ കാര്യം പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതെനിക്ക് വളരെ പ്രചോദനം നൽകി. ദൈവം കൃപ നൽകുന്നത് എന്തിനാ? ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കാനാ. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുങ്ങുവാനാണ്. ഈ ലോക മാലിന്യങ്ങളോട് വർജനമാചരിക്കുവാനാ ദൈവം കൃപ തരുന്നത്. അല്ലാതെ പാപം ചെയ്യാനല്ല, പാപത്തിൽ വീഴാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ദൈവം നമ്മോട് ദയ കാണിക്കുമ്പോ, നമ്മെ സ്നേഹിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തോട് അടുത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ നമ്മൾ ഓർക്കണം, അവൻ സ്നേഹിക്കുന്ന ഏവരെയും അവൻ ശിക്ഷിക്കുന്നു. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യം, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അങ്ങനെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സഹിക്കണം. സഹിക്കണം. സഹിച്ചേ പറ്റൂ. ആ വേദന ചിലപ്പോൾ ശരീരത്തിനാകാം, ചിലപ്പോൾ മനസ്സിനാകാം, ചിലപ്പോൾ ആത്മാവിനാകാം. എവിടെയായാലും, ഏത് മുറിവായാലും ആ അടിയുടെ വേദന നമ്മൾ എന്ത് ചെയ്തേ മതിയാകൂ? സഹിച്ചേ മതിയാകുള്ളൂ. അതിന് മാറ്റമില്ല. പിന്നെയും നമ്മൾ താഴെ വായിക്കുന്നുണ്ട്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെ ഉള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. എന്തുകൊണ്ട് അവൻ ശിക്ഷിക്കുന്നു? എന്തുകൊണ്ട് അവൻ സ്നേഹിക്കുന്നു? എന്തുകൊണ്ട് അവന് ശിക്ഷ നിരസിക്കരുത്? എന്തുകൊണ്ട് നമ്മൾ സഹിക്കണം? നാം അവന്റെ മക്കളാണ്. അതുകൊണ്ടാ നാം അവന്റെ മക്കളാണ്. ജാരസന്തതികളാണെങ്കിൽ, കൗളുടേയന്മാരാണെങ്കിൽ വേണ്ടായിരുന്നു. എന്നാൽ എന്റെ അപ്പനാണ് എന്നെ അടിച്ചത്. അപ്പനടിച്ചാൽ എന്ത് ചെയ്യണം? ആ പിള്ളേരോടാ ചോദിച്ചത്. അപ്പൻ തല്ലിയാൽ സഹിക്കണം, അപ്പന്റെ നേരെ തിരിയരുതെന്ന്. അപ്പൻ വെറുതെ ഒന്നും ആരെയും അടിക്കില്ല. നമുക്കൊക്കെ ചിലപ്പോ തെറ്റുപറ്റാം. യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ ചിലപ്പോ നമ്മളൊക്കെ ശിക്ഷിച്ചു എന്ന് വരാം. പക്ഷെ നമ്മുടെ ദൈവത്തിന് ഒരു തെറ്റും പറ്റില്ല. അവനൊരു തെറ്റും പറ്റില്ല. തെറ്റുപറ്റാത്ത ദൈവം നമ്മുടെ രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും കണ്ട് നമ്മെ ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും നമ്മെ സഹിക്കുമാറാക്കുന്നതും എന്തിനാണ്? അവൻ നമ്മുടെ അപ്പനായതുകൊണ്ടാണ്. നാം അവന്റെ മക്കൾ ആയത് കൊണ്ടാണ്. ഇനി അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. എന്തിനാ ശിക്ഷ? നമ്മുടെ ഗുണത്തിന്. പറയാൻ എളുപ്പമാണ്, ഗുണത്തിനാ ശിക്ഷ. പക്ഷെ ആ ശിക്ഷയുടെ വേദന, ആ ശിക്ഷയാൽ അനുഭവിക്കേണ്ടി വരുന്നതായ തിക്താനുഭവങ്ങൾ, അത് ചെറുതല്ല, വളരെ വലുതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ കർത്താവിന്റെ ശിക്ഷയുടെ ആഴം, ശിക്ഷയുടെ അതിന്റെ വേദന
മനസ്സിലാക്കിയ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ് ഇസ്രായേൽ മക്കൾ ബോധിച്ചതുപോലെ നടന്നപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചതിന്റെ വേദന കണ്ടപ്പോഴാണ് ചില ഭക്തന്മാർ എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്തത്? ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചത്. നമ്മുടെ കർത്താവും അതല്ലേ ചെയ്തത്? യെരൂശലേമിനെ ദൂരത്ത് നിന്ന് കണ്ടു അല്ലേ? എന്താ ചെയ്തത്? അവിടെ താൻ കരഞ്ഞു. എന്ത് പറഞ്ഞിട്ടാ കരയുന്നത്? നിനക്ക് വരുവാനുള്ളതായ ന്യായവിധി എത്ര വലുതാണ്! എത്രയോ നീ എന്നെ നിരാകരിച്ചു, എത്രയോ വട്ടം എന്നെ തള്ളിപ്പറയുന്നു. എന്നാൽ നിനക്ക് വരുവാൻ പോകുന്നതായ ആ ശിക്ഷയെ ഓർക്കുമ്പോൾ ദൈവസന്നദ്ധിയിൽ ദൈവപുത്രനായിരിക്കുന്ന കർത്താവിന് കരയുവാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അത് വളരെ ഭീതിജനകമായിരുന്നു. അതേക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ടല്ലോ, ആ കാലം എത്രയോ എത്രയോ വേദനാജനകം, അത് ശീതകാലത്ത് സംഭവിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. ഈ കർത്താവ് ഈ ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ കണ്ടത്? ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. നേരത്തെ നമ്മൾ കണ്ടു. കൈവിട്ട് കളഞ്ഞപ്പോൾ പിന്നെ ഇവർ ചെന്ന് പെട്ടത് ആരുടെ കയ്യിലാണ്? ശത്രുക്കളുടെ മുമ്പില്, ശത്രുക്കളുടെ കയ്യിലാണ്. ആരാ ഈ ശത്രുക്കളായിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്? അവിടെ നമുക്കറിയാം, കനാൻ ദേശത്ത് അവകാശമായി കൊടുക്കുവാനായിട്ട് അവരെ കൊണ്ടുവന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നവരെ നീക്കം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തില്ല? നീക്കിക്കളഞ്ഞില്ല. കാരണം എന്താണ്? അവർക്ക് ചില നന്മകളൊക്കെ അവരാൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ അവരെ വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നത്തേതിൽ എന്താ സംഭവിച്ചത്? അവർ ഈ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് ഒരു വലിയ ഭാരമായി അവർ മാറുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ജനം പാപം ചെയ്തപ്പോൾ എന്താ ചെയ്തത്? ഈ ജനത്തിന്റെ കയ്യിലേക്ക് തന്നെ ദൈവം അവരെ ഏൽപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തിനാ ഇവർ ദൈവത്തെ വിട്ടത്? ഇവരെന്തുകൊണ്ടാണ് ഈ ദൈവത്തെ വിടുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്? എന്തിനാ ഇവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയത്? എന്തിനാ ഇവർ ബാൽ പെയോരിനോട് ചേർന്നത്? എന്തിനാ ഇവർ അധാർമികമായ പാപങ്ങളിലേക്ക് പോയത്? എന്തിനാ? കുറെ കൂടെ നന്മ കിട്ടുമെന്ന് വിചാരിച്ചു അല്ലെ? ദൈവത്തിന് തരുവാൻ കഴിയാത്തത്, ദൈവത്തോട് കൂടെ നടന്നാൽ കിട്ടാത്തത് കിട്ടുമെന്നുള്ളതായിരിക്കുന്ന ആശയോടുകൂടെയാണ് അവരെന്ത് ചെയ്തത്? ദൈവത്തെ വിട്ടുമാറിയത്. ഇന്നും അങ്ങനെ മാറുന്ന, അതാണ് വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസം വിട്ട് പോകുക എന്ന് പറയുന്നത്. ഈ ദൈവത്തോടു കൂടെ നടന്നിട്ടൊന്നും ഒരു മെച്ചവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തേക്കാം? ഈ ദൈവത്തെ അങ്ങ് വേണ്ട എന്ന് വെച്ചേക്കാം. അങ്ങനെ വേണ്ട എന്ന് വെച്ചപ്പോൾ അവർ ചെന്ന് പെട്ടത് ആരുടെ കയ്യിലാണ്? ശത്രുക്കളുടെ കരങ്ങളിലാണ്. ആരാ ഈ ശത്രുക്കൾ? ഒരു ദയവും കാണിക്കാത്തവരാണ് ശത്രുക്കൾ. അവരെ കുറിച്ച് ഒന്ന് നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് മുൻപോട്ട് പോകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ, അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു, അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ രിശാഥായീമിന് വിറ്റുകളഞ്ഞു എന്ന് നമ്മൾ വായിക്കും. ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ അബ്രാഹാമിന്റെ മാനസാന്തരത്തിന് മുൻപുള്ള സ്ഥലത്തിന്റെ പേരാണ് മെസൊപ്പൊത്താമിയ. അവിടുത്തെ അവരുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുക അല്ലെ? അപ്പോൾ ദൈവം ഈ ഇസ്രായേൽ ജനത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരിൽ നിന്ന് ആർക്കാ വിറ്റ് കളഞ്ഞത്? വിഗ്രഹാരാധികൾക്ക് വിറ്റ് കളഞ്ഞു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് വിറ്റ് കളഞ്ഞു. ഒരു തരത്തിലും ദയയില്ലാത്ത കഠിന ഹൃദയരായ അവരെയാണ് ഈ ദൈവം തന്റെ ജനത്തെ അങ്ങ് ഏൽപ്പിച്ചത്. അവരെ ഏൽപ്പിച്ച് അവരെന്ത് ചെയ്യും? ഒരു മയവും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരതയോടുകൂടെ തന്നെ അവരോട് ഏർപ്പെട്ടു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ
മോവാബ്യർ, അമോന്യർ, അമാലേക്യർ എന്നീ രാജ്യങ്ങൾക്ക് അവരെ ദൈവം ഏൽപ്പിച്ചു. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കനാന്യ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഫെലിസ്ത്യരുടെയും അമോന്യരുടെയും കൈകളിൽ അവരെ ഏൽപ്പിച്ചു. ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചതിന് തൊട്ട് മുൻപ് നമ്മൾ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അനിഷ്ടമായുള്ളത് ചെയ്തു ദൈവം അവരെ ഈ രാജ്യങ്ങൾക്ക് വിറ്റ് കളഞ്ഞു, അവരെ ഏൽപ്പിച്ചു എന്നാണ്. അത് വളരെ ഭയാനകമായിരിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഓരോ രാജ്യങ്ങളും അവരോട് ചെയ്യുന്നതിന്റെ മാക്സിമം അവരെ ഉപദ്രവിക്കുവാനും നശിപ്പിക്കുവാനും തക്കവണ്ണം ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ നിർത്താം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നാലെ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും നാം ഓർക്കേണ്ടത്, ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ട്. എന്നാൽ ആ കഷ്ടങ്ങൾ കർത്താവിനോട് കൂടെ ആകുമ്പോൾ അത് നന്മയ്ക്കായിട്ട് തീരുന്നു. എന്നാൽ ദൈവകൽപ്പനകളുടെ ലംഘനത്താൽ സംഭവിക്കുന്നതായ ദൈവത്തിന്റെ ശിക്ഷകൾ അത് എന്താണ്? അത് വേദനയ്ക്ക് കാരണമായിട്ട് തീരുന്നതാണ്. അങ്ങനെയുള്ള കഷ്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വേദനകൾ സഹിച്ചേ പറ്റുകയുള്ളൂ. കാരണം അവൻ നമ്മുടെ പിതാവാണ്, നാം അവന്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മിലേക്ക് തന്നെ നാം നോക്കുക. നമ്മൾ അനുഭവിക്കുന്നതായ ഏതെങ്കിലും തരത്തിലുള്ളതായ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഒന്നിരുന്ന് ദൈവത്തോട് ചോദിക്കുക. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നാം ആരെയും വിധിക്കണ്ട. അവന് വന്നത് ഇന്നതുകൊണ്ടാണ്, അവൻ ദൈവകൽപ്പന ലംഘിച്ചതാണ് എന്ന് നമുക്ക് പറയുവാൻ അവകാശമില്ല. എന്നാൽ അവനവൻ തന്നെ ദൈവസന്നിധി ഇരിക്കണം. കർത്താവേ, ഇത് എന്റെ പാപനിമിത്തമുള്ള ശിക്ഷയാണോ? ആണെങ്കിൽ കർത്താവേ ക്ഷമിക്കണം എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ വേദനയോടുകൂടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നവരെ നമ്മൾ കാണുമ്പോൾ പിതാക്കന്മാർ ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി കരയുവാനും നമുക്ക് സാധിക്കണം. കർത്താവെ, അവരോട് ക്ഷമിക്കണമേ, അവരെ മടക്കി വരുത്തണമേ, വീണ്ടും ജീവിപ്പിക്കണമേ, അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമായ ഒന്നാണ്. തീർച്ചയായിട്ടും ഈ നാളുകളിൽ നമുക്ക് ഒരു യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഏതെല്ലാം മേഖലകളിലാണ് എന്നത് തിരിച്ചറിഞ്ഞ് നാം ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു നല്ല ഹൃദയവും മനസ്സും ദൈവം നമുക്ക് ഈ വചനങ്ങളാലും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.